ഉത്തരേന്ത്യയിൽ നിന്നും ഒരു വലിയ പ്രളയ വാർത്തയാണ് എത്തുന്നത്. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ ധരാലി ഗ്രാമത്തിലെ നിരവധി കെട്ടിടങ്ങളും വീടുകളും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ധരാലിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. 50 പേരെ മിന്നൽ പ്രളയത്തിൽ കാണാതായി എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അജുന രമേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജുന, ഉത്തരാഖണ്ഡിനെ ഈ ദുരിതങ്ങൾ വിട്ടുമാറുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മിന്നൽ പ്രളയം. എന്തെല്ലാമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ? എപ്പോഴാണ് ഈ മിന്നൽ പ്രളയം ഉണ്ടായത്? അതുല്യ, തീർച്ചയായും അല്പനേരത്തിന് മുൻപാണ് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിക്ക് സമീപമായിട്ട് ധരാളിയിൽ വലിയൊരു മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 50 പേരെ കാണാതായി എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. NDRF സൈനിക ഉദ്യോഗസ്ഥരടക്കം നിലവിൽ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നിലവിൽ ആ ഗ്രാമത്തിലുള്ളവരും കൂടാതെ ഒരു ടൂറിസ്റ്റ് പ്രദേശം കൂടിയാണ് നിലവിൽ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിൽ വീടുകളും വലിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളടക്കം ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. വളരെയധികം ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഉത്തരകാശിയിലാണ് മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നത്. ഗീർ ഗംഗ നദിയിലെ പ്രളയജലം ഒഴുകി വരുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒരു ഭൂപ്രദേശം തന്നെ തുടച്ചു നീക്കുന്ന തരത്തിലാണ് നിലവിൽ മേഘവിസ്ഫോടനം സംഭവിച്ചു എന്ന് തന്നെ പറയാം. നിലവിൽ എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്നോ എത്ര പേർക്ക് അപകടം സംഭവിച്ചു എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കാരണം NDRF സൈനിക സംഘങ്ങൾ അവിടെ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എത്തരത്തിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്ത് പറയാൻ സാധ്യമല്ല. എന്നിരുന്നാലും ഒരു ജനവാസ മേഖലയെ തന്നെ, ഒരു ടൂറിസ്റ്റ് മേഖലയെ തന്നെ ആകെ മൂടുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനം സംഭവിച്ചു എന്ന് തന്നെ പറയാം. വളരെയധികം ഭീതി പരത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒടുവിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവ സ്ഥലത്ത് ഉത്തർപ്രദേശിലായിക്കോട്ടെ ഉത്തരാഖണ്ഡിലായിക്കോട്ടെ വലിയ രീതിയിലുള്ള മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനം സംഭവിച്ചു എന്ന് തന്നെ പറയാം. ഈ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് തന്നെ ആ നാട്ടിലല്ലാതെ മറ്റുള്ള സ്ഥലത്തുള്ള ആളുകൾ കൂടി അവിടെ തങ്ങാൻ സാധ്യതയുണ്ട്, അവിടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ സംഭവിക്കാൻ, വലിയ രീതിയിലുള്ള ആളഭയം തന്നെ സംഭവിക്കാൻ സാധ്യതയേറെയാണ്. ഇനി വരും മണിക്കൂറിൽ ഇതിൽ എപ്രകാരമാണ് നാശനഷ്ടങ്ങൾ, എപ്രകാരമാണ് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. നിലവിൽ വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു ഗ്രാമം തന്നെ തുടച്ചു നീക്കി പോകുന്ന തരത്തിലുള്ള മേഘവിസ്ഫോടനമാണ് നിലവിൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വളരെയേറെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. ആളുകളുടെ ബഹളങ്ങളടക്കം കൂട്ട നിലവിളികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മാത്രമല്ല, അവിടെ കുടുങ്ങിക്കിടക്കുന്ന മൃഗങ്ങളായിക്കോട്ടെ, വളർത്തുമൃഗങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ NDRF സൈനിക ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ അവർ അവിടെ എത്തും, രക്ഷാപ്രവർത്തനം നടത്തും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതുല്യ. ശരി അജുന, എന്തായാലും ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിന്റെ ദൃശ്യങ്ങൾ, അതേ ഭയാനകമായ ശബ്ദങ്ങളോടുകൂടിയ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രളയത്തിൽ ഗ്രാമങ്ങളും വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായത് എന്നാണ് നിഗമനം.